ഇപ്പം സാറ് കവിതയും പാട്ടും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് എനിക്കറിയാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സാറ് ചോരവീണ മണ്ണൊക്കെ എഴുതിയെന്ന് പറഞ്ഞു. അതുപോലെ കവിത എന്ന് മനസ്സിലാക്കി, ചിലപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണയായിരിക്കും, കവിത ഒന്നുകിൽ ഒരാളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അയാളുടെ ഒരു ഇന്നർ ഫീലിംഗ് ആണ് ഒഴുകി വരുന്നത് എന്ന് വിശ്വസിക്കുന്നത് ചിലപ്പോൾ തെറ്റിദ്ധാരണയായിരിക്കും. അപ്പം സാറ് ചോരവീണ മണ്ണ് എഴുതിയെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ഒരു BJPയുടെ ഒരു ജനരക്ഷാ യാത്രയ്ക്ക് സാറിൻ്റെ ഒരു 4 വരി വന്ന ഞാൻ വായിക്കാനിടയായിട്ടുണ്ട്. അത് എന്താ? പ്രണയം നടിച്ച് ജിഹാദ് പൊന്മരീചനായി വരുന്നു കുഞ്ഞുങ്ങളെ, കരുതുക കരുതുക കരുതിയിരിക്കുക, കുരുതിയായി തീരാതെ കരുതിയിരിക്കുക. ഇതാണ് ആ വരികൾ. അപ്പൊ സാറ് ഇപ്പം തിരികെ ഞാൻ വരും എന്ന ഇതെല്ലാം സാറിന്റെ കവിതയായിരുന്നു, അത് പിന്നെ പാട്ടാക്കപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ സാറ് എഴുതിപ്പോയ ഒരു കവിതയായിരുന്നോ ഇത്, അതോ സാറ് പാട്ടായിട്ട് എഴുതി കൊടുത്തതാണോ, കാശിന് എഴുതി കൊടുത്തതാണോ എന്നറിയാൻ സാറിന്റെ രാഷ്ട്രീയം അറിയാൻ താല്പര്യമുണ്ട്. സുഹൃത്തെ, ഈ രാജ്യം, ഇന്ത്യ രാജ്യം മോദി ഭരിച്ചാലും പിണറായി വിജയൻ ഭരിച്ചാലും നിനക്കും എനിക്കും ഒരു കുന്തവും കിട്ടില്ല. അത് നേരത്തെ മനസ്സിലാക്കിയ ആളാണ് ഞാൻ. എനിക്ക് ഒരു രാഷ്ട്രീയമില്ല. ദീപത്തമം മഹാചര്യം എനിക്കും കിട്ടണം വല്ലതൊക്കെ. അതുകൊണ്ട് പറയുകയാണ്, ഈ ജിഹാദിനെ കുറിച്ച് എഴുതിയത് BJPക്ക് എഴുതിയതല്ല. ചോര വീണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എഴുതിയതുമല്ല. ചോര വീണമെന്ന് എന്ന കവിത അറബിക്കഥ എന്ന സിനിമയ്ക്ക് എഴുതിയതും ഈ ലവ് ജിഹാദിനെ കുറിച്ച് ഞാൻ എഴുതിയ കവിതയാണ്. ലവ് ജിഹാദ് ഉണ്ടെന്ന് ഞാനല്ല പറഞ്ഞത്, ഇവിടുത്തെ കോടതിയാണ് പറഞ്ഞത്. അല്ലേ സാറേ? അനിൽ പനച്ചൂരാനല്ല പറഞ്ഞത്. അത് ഈ നാട്ടിലെ കോടതിയും ഈ നാട്ടിലെ പത്രങ്ങളും അത് പറഞ്ഞത് എൻ്റെ മനസ്സിൽ ശാശ്വത സ്വാധീനം ഉണ്ടാക്കി. കാരണം പ്രണയം എന്ന് പറയുന്നത് മതപരമായ സ്പർദ്ധയ്ക്ക് ഉപയോഗിക്കുന്നതല്ല എന്നുള്ള ഓർമ്മ കൊണ്ടാണ് അങ്ങനെ ഒരു കവിത എഴുതിയത്. അല്ല, അത് അപരാധമാണെന്ന് സുപ്രീം കോടതി വരെ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞൊരു കാര്യമാണ് ലവ് ജിഹാദ്. അത് വീണ്ടും പൊക്കി പിടിച്ചു വന്നിരുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടെന്ന് കേരളം ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ്. അതിന്റെ പേരില് ലവ് ജിഹാദ് എന്ന പേരില് പിന്നെ സ്വന്തം ഇത് അനിൽ പനച്ചൂരാനുമായിട്ട് സംവാദമല്ല, ഇതിനൊരു വിഷയമുണ്ട്. ആ വിഷയത്തിലല്ലാതെ നിന്നുകൊണ്ട് മറ്റോരോരുത്തരുടെ രാഷ്ട്രീയവും കാര്യവും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ പരിപാടിയിലില്ല. അല്ല, സാറ് കേട്ടോളൂ. അനിയ, ഞാൻ അനിൽ പനച്ചൂരാണെന്ന് ഇരിക്കുന്ന ആൾക്കാർക്കല്ല അറിയാം. നീ ചോദിക്കുന്നത് നീ ആരാണെന്ന് എനിക്ക് പോലും അറിയില്ല. എങ്കിൽ നിന്റെ ചോദ്യത്തിന്റെ ആ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്കൊരു രാഷ്ട്രീയം. എനിക്ക് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവൻ പാകിസ്ഥാനിൽ പോകണമെന്ന് ആഗ്രഹമുള്ള ആളല്ല. കാരണം എന്റെ സുഹൃത്തുക്കളൊക്കെ മുസ്ലിങ്ങളാണ്. ഞാൻ ഇനി പാകിസ്ഥാനിൽ പോകാനും പോകുന്നില്ല. അതുകൂടെ കേൾക്കണം നിങ്ങൾ. എന്താണ്? സോറി സാർ, നമ്മുടെ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. അത് ചോദ്യം വന്നപ്പോ പിന്നെ മറുപടി പറയണം. അതെ സാർ. ഓക്കെ.